ഒരു കാൽ ഹൈവ ജ്യൂസി സോ സ്വീറ്റ്. നമ്മൾ ദേവുവിൻ്റെ 2 കാലം കൊടുത്തിട്ടുണ്ട്. ദേവു 2 കാലം വന്നാക്കോ. ഹേ ഹലോ മച്ചന്മാരെ, പാകോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ടർക്കിക്കൂട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് 4 കിലോയ്ക്ക് മുകളിലുള്ള ടർക്കിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മണ്ണിൽ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് മസാലയൊക്കെ നല്ലപോലെ പുരട്ടിയെടുക്കാം. ആദ്യം നമുക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിക്കാനായിട്ട് വരഞ്ഞെടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ ടർക്കിക്കൂട്ടനുള്ള മസാല ആദ്യം പച്ചമുളക് അരച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഇടിച്ച വറ്റൽമുളക്, ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മസാല നല്ലപോലെ നമ്മുടെ ടർക്കിക്കൂട്ടിനെ തേച്ച് കൊടുക്കാം. മഴയ്ക്ക് മുമ്പ് നമുക്ക് ഇവനെ അടുപ്പിക്കണം. നല്ലപോലെ ഈ സ്കിന്നിൻ്റെ അകത്തെല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തിലും ക്യാമറമാൻ അകത്തേക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ മസാല ഫില്ല് ചെയ്തു. ടർക്കിയുടെ സ്കിന്നൊക്കെ നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ മാംസത്തിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഗ്യാപ്പാക്കിയിട്ട് അതിൻ്റെ അതിലെല്ലാം നല്ലപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്തിന് തയ്യാറായി നിൽക്കുന്ന ടർക്കി കോഴി. ഇനി ആദ്യം നമുക്കിവനെ വാഴയില പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഫോയിൽ പേപ്പറിനകത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ടർക്കിക്കുട്ടനെ മണ്ണിൽ പൊത്താനുള്ള മണ്ണ് സെറ്റാക്കി എടുക്കാം. ആവശ്യത്തിന് മഴ പെയ്ത് നനഞ്ഞിടക്കുകയാണ്, എന്നാലും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. കുഴച്ച് അപ്പോൾ ഫോയിൽ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടർക്കിയെ നമുക്ക് ഈ മണ്ണിൻ്റെ അതിലോട്ട് വെച്ച് കൊടുക്കാം. മണ്ണിൻ്റെ അതിലോട്ട് വെച്ചിട്ട് ഇനിയും ഇത് മൊത്തം മണ്ണ് വെച്ച് കവർ ചെയ്തെടുക്കാം. കൊടുക്കാതെ നൈസായിട്ട് ഒരിടത്തും കട്ടി പറയല്ലേ, കട്ടി പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊക്കെ കട്ടി. അപ്പം ടർക്കിയെ നമ്മൾ മൊത്തത്തിൽ മണ്ണിൻ്റെ അതിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് തൊണ്ടും വിറകുമെല്ലാം വെച്ചാൽ കത്തിക്കാം. ഒരു 2 മണിക്കൂറോളം നിന്ന് കത്തണം. അതിന് മുമ്പ് മഴ വരുമെന്ന് അറിയാൻ പാടില്ല. മഴ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് മഴ പെയ്താൽ ഷീറ്റൊക്കെ വെക്കാനായിട്ട് കമ്പൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. മഴ പെയ്യാതെ കത്തിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ 2 മണിക്കൂറെങ്കിലും നിന്ന് കത്തണം. അപ്പം നമ്മൾ ഉണ്ട്. എന്തായി തീരുമെന്ന് അറിയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും കാര്യം തീരുമാനമായിട്ട് നോക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ കത്തി വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് എന്തായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഏകദേശം വണ്ടവശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഴയും കൂടെ വരുന്നുണ്ട്. ആ മഴയും കൂടെ വന്ന് പെയ്ത് തീർന്നതിന് ശേഷം നമുക്കിതെടുത്ത് പൊട്ടിക്കാം. അതുവരെ ഈ കനലിനകത്തിലിങ്ങനെ കിടക്കട്ടെ.
അയ്യോ നമുക്ക് ആദ്യം ഇതെല്ലാം ഒരു സൈഡിലോട്ട് നീക്കാം. ഇപ്പോഴും കനലാണ്, ഫുള്ള് തീയ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. മുട്ടനൊരു മഴ വരുന്നുണ്ട്. എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ 2.5 മണിക്കൂർ എന്തായാലും. ഇപ്പോഴും നല്ല ചൂടുണ്ട്. നല്ല പൊരിച്ച കോഴിൻ്റെ മണം, അതുപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. 2.5 മണിക്കൂർ വറ്റിച്ചെടുത്ത വാവ്. ഗംഭീരമായിട്ട് ആകെ ഇറക്കുന്നു. കളാമോ? താങ്ക് യു. ഇത് പീസ് ആക്കി കട്ട് ചെയ്ത് കഴിക്കുക അല്ലേ ദേവു? ഒരു കാൽ ഹൈവ ജ്യൂസി സോ സ്വീറ്റ്. അപ്പോൾ ദേവുവിന് 2 കാല് കൊടുത്തിട്ടുണ്ട്. ദേവു 2 കാല് മാത്രമാക്കോ? അപ്പോൾ ഞാൻ ഒരു കുളി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് സാധനത്തിൻ്റെ പകുതിയും ആളുകൾ കൊണ്ടുപോയി. ബാക്കി കിട്ടിയത് നമുക്ക് കഴിച്ചു നോക്കാം. സാധനം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചട്ടി കുറച്ച് ഒരു വർഷം പ്രായമായതുകൊണ്ട് ചെറിയ കട്ടിയുണ്ട്. എന്നാലും സാധനം നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൂ പോലെ തന്നെ സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.